മലപ്പുറം ജില്ലയിൽ ഒരു സ്ഥലം ഒരു കൊടിമരം കൊണ്ടുവന്ന് കയറ്റീന്. എന്നിട്ട് ഇങ്ങനെ ചുറ്റും കുറെ ആൾക്കാർ, വേറെ കുറെ ആൾക്കാരുണ്ട്. ഒരു പൈസ ഇടുന്ന കൊടിമരം വേറെ ഉണ്ട്. ഇതൊക്കെ അന്ധവിശ്വാസമാണ്, ചൂഷണമാണ്. അതിലൊന്നും മുസ്ലിമീങ്ങൾ പെട്ടുപോകാൻ പാടില്ല. അങ്ങനെ ഈ കൊടിമരം ചുറ്റുക, എന്നിട്ട് ഒരുത്തം പ്രസംഗിക്കുക. സഭാമറുവിന്റെ ഇടയിൽ നടന്ന പോലെ ഇവിടെ നടന്നാല്. അപ്പൊ നോക്കുമ്പോ അത് പറഞ്ഞപ്പോ പറയാണ്, ഇന്നിന്ന തങ്ങന്മാരും മൂല്യന്മാരൊക്കെ എഴുതിയ ബുക്കുണ്ട് ഈ കൊടിമരത്തിന്റെ ബഹുമാനം. ഏത് തങ്ങൾ എഴുതിയാലും ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു അതാ അർബഈൻ നബിയുടെ ശറഹിൽ പറഞ്ഞതാ. അതൊക്കെ അന്ധവിശ്വാസമാണ്, അനാചാരമാണ്. അതിലൊന്നും മുസ്ലിമീങ്ങൾ പെട്ടുപോകാൻ പാടില്ല. തങ്ങന്മാരെ ബഹുമാനിക്കണം, തങ്ങളാണെന്ന നിലക്ക് ബഹുമാനിക്കണം. ചിലപ്പോൾ തങ്ങളെടുത്ത് കുറ്റം വന്നാലും തങ്ങളാണെന്ന ആദരവ് കൊടുക്കണം. അതേസമയത്ത് ഏതെങ്കിലും ഒരു തങ്ങൾ വിവരമില്ലാതെ ഏതെങ്കിലും വിവരക്കേട് പഠിപ്പിക്കുകയോ വിവരക്കേട് പറയുകയോ വിവരക്കേടിന് പ്രചോദനം നൽകുകയോ ചെയ്താൽ അത് മുസ്ലിമീക്ക് സ്വീകരിക്കാൻ പറ്റൂല. ലാ തഅത ലി മഖ്ലൂഖിൻ ഫീ മഅസിയത്തിൽ ഖാലിഖ്. നമുക്ക് വെള്ളം തന്ന റബ്ബിനെ തള്ളിയിട്ട് ഒരു തങ്ങളെയും സ്വീകരിച്ചുകൂടാ. നമുക്ക് ഭക്ഷണം തരുന്ന റബ്ബിനെ തള്ളിയിട്ട് ഒരു തങ്ങളെയും സ്വീകരിച്ചുകൂടാ. ഒരു മുസ്ലിയാരെയും മൗലവിനെയും സ്വീകരിച്ചുകൂടാ. നമുക്ക് കിഡ്നി തന്നവൻ, നമുക്ക് ഹാർട്ട് തന്നവൻ, നമുക്ക് ബ്രെയിൻ തന്നവൻ, നമുക്ക് കരള് തന്നവൻ, നമുക്ക് മാംസവും മജ്ജയും തന്നവൻ, നമ്മെ സൃഷ്ടിച്ചവൻ, നമ്മളെ കണ്ണും കാലും കാതും മൂക്കും തന്നവൻ, എല്ലും പല്ലും തോലും തന്നവൻ, അതേ വെള്ളവും ഭക്ഷണവും തന്നവൻ, ഓരോ സെക്കൻഡിലും ഓക്സിജൻ തന്നവൻ, ഖാലിഖു കുല്ലി ശൈ. അതുകൊണ്ട് ഖുർആനും പഠിക്കാത്ത, ഹദീസ് പഠിക്കാത്ത, അക്ഷരം വായിക്കാൻ അറിയാത്ത, അതുപോലെ ദീനിന്റെ ആശയം പഠിച്ചിട്ടില്ലാത്ത, എന്താണ് അശരീ തരീഖത്തെന്നോ, എന്താ മാതുരിദി തരീഖത്തെന്നോ, എന്താണ് 4 മദ്ഹബുകളെന്നോ, അത് എവിടെ നിന്ന് വന്നതാണെന്നോ, സഹാബത്ത് പഠിപ്പിച്ചത് എന്താണെന്നോ ഒന്നും അറിയാതെ സുബ്ഹാനല്ലാഹ് അതാ തലേക്കെട്ട്, വലിയ തലേക്കെട്ടോ വലിയ കുപ്പായമോ അതൊന്നും കണ്ടിട്ടാരും പെട്ടുപോകാൻ പാടില്ല. ഇനി അടുത്ത് കുറെ തലേക്കെട്ടുകാരുടെ ക്ലിപ്പിങ് കേട്ടപ്പോ ഇങ്ങനെ സങ്കടാകാണ്. ഒരു തൊപ്പിയുണ്ട്, ഒരു നല്ല ഒല്ലിങ്ങനെ ഇട്ടിട്ടുണ്ട്. അദ്ദേഹം വായിക്കുകയാണ്, ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. മെസ്സേജ് എന്താ അറിയോ? 1000 രൂപ നേർച്ചയാക്കിയിട്ട് പരീക്ഷയെ തോറ്റുവല്ലോ. അപ്പൊ ഇയാള് പറയാണ്, അതെ, തീരെ പഠിക്കാത്ത കുട്ടികൾ 1000 നേർച്ചയാക്കി പോലെ 1 ലക്ഷം നേർച്ചയാക്കണം, എന്നാലേ ജയിക്കുള്ളൂ. തീരെ പഠിക്കാത്തവനെ 1 ലക്ഷം നേർച്ചയാക്കി കണ്ണൂരിലേക്ക് പോകുന്ന ട്രെയിനിൽ കയറി കുത്തിരിഞ്ഞിട്ട് കൊച്ചിയിലെത്തിക്കണേ എന്ന് പറഞ്ഞ് ദ്വാര കുത്തിരണ്ടാവും. അത് കൊച്ചിയിലേക്ക് പോകുന്ന ട്രെയിനിൽ കയറിയിട്ടല്ലേ ദ്വാരക്കണ്ട് കൊച്ചിയിലെത്തിക്കണേ. ഇവർ ഒന്നും പഠിക്കാതെ നിന്നിട്ട് 1 ലക്ഷം നേർച്ചയാക്കിയാ ജയിക്കുവോ? അത് ജയിക്കൂല. കാരണങ്ങളുമായി ബന്ധപ്പെടണം. അത് 2 കാരണവുമായിട്ടും ബന്ധപ്പെടും. അല്ലാതെ സുബ്ഹാനല്ലാഹ്